ആ അങ്ങനെ 2024 അവസാനിച്ചു. ഇനി 2025 അല്ലേ? കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും ഒരു വർഷം അവസാനിച്ചു. പറയുമ്പോഴത്തേനും അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഓരോ ദിവസവും കഴിഞ്ഞു പോയത് ഇന്നലെ കഴിഞ്ഞു പോയത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഇതായിരിക്കും ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വ്ളോഗ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ 2024 നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ശരിക്കും റിവൈൻഡ് ചെയ്യുമ്പോഴത്തേന് അമ്മൂട്ടി ഇല്ലാതെ പറ്റത്തില്ല. സോ നമുക്ക് അമ്മൂട്ടി ആഡ് ചെയ്യാം. നിന്നോട് ഞാൻ കുറച്ച് ഓവറാക്കി ചളവാക്കാനല്ല പറഞ്ഞത്. ഞാൻ വന്നു എന്ന് വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഓവറാക്കാൻ ഞാൻ പറഞ്ഞില്ലിരുന്നു, പക്ഷെ പറഞ്ഞില്ലായിരുന്നു. ഇവൻ തന്നെ ഓവർ ആക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെയും കൂടെ ഓവർ സഹിക്കാൻ മേലാത്തോണ്ട് ഇവൻ തന്നെ അഡ്വാൻസ് തന്നെയല്ലേ. നീ ഓവറാക്കി ചളവാക്കുന്നുണ്ട്, പിന്നെ ഞാനോട് ആക്കിയിട്ട് ആൾക്കാരെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇത് നേരെ ഞാൻ 2023 തൊട്ട് ഞാൻ സഹിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഈ ഓവറാക്കി ചളവാക്കല്. അതിന് മുന്നെയോ ഓക്കെ, പക്ഷെ അടുത്ത് കിട്ടിയൊരു ഗിഫ്റ്റ് ആയിട്ട് നീ വന്നത് 2023 ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഞാൻ സഹിക്കാൻ തുടങ്ങിയതാണ്. നീയാണോ ഞാനാണോ? നിങ്ങൾ രണ്ടും പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ 2023 ഓക്കെയാണ്. ഇനി 2024 നമ്മളൊന്ന് റിവൈസ് ചെയ്യണ്ടേ അല്ലേ? അപ്പം നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും അങ്ങ് വെൽക്കം ചെയ്താലോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അത് നിന്നോട് തന്നെ ചോദിക്കട്ടെ, അത് നമുക്ക് ഇവളോട് തന്നെ ചോദിച്ചു തുടങ്ങാം. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു 2024? അതായത് മീൻസ് 2024 എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നിനക്കും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും എല്ലാ എക്സ്പീരിയൻസും അല്ലേ? എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. മീൻസ് ഒരു വർഷം ഇങ്ങനെ കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴത്തേനും ഒരുപക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലേ? നഷ്ടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നിങ്ങളിൽ ഇതിൽ ഏതിൽ പെടുമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതായത് ലൈഫ് എന്ന് പറയുമ്പോഴത്തേനല്ലേ മുട്ടി കുറച്ച് സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഏതായിരിക്കും എന്നുള്ളതൊന്ന് കമൻ്റ് ആയിട്ട് അറിയുക. അമ്മൂട്ടി, എനിക്കൊരു ഐഡിയ, അതായത് നിങ്ങളും കേട്ടോ. നമുക്ക് നാളെ നടക്കാൻ വേണ്ടി പോകുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് നേരത്തെ അറിയാൻ പറ്റുന്ന ഒരു കഴിവ് നമുക്ക് കിട്ടുകയെന്ന് വെച്ചോ. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും. അത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ ഒരു കഴിവ് കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ 2023 നമ്മൾ ഈ 2023 നടക്കേണ്ട പല സംഭവങ്ങളും നമ്മൾ തിരുത്തി എഴുതുകയല്ലേ. 2024 നടക്കേണ്ട പല സംഭവങ്ങളും നമ്മൾ 2023 നടക്കേണ്ട സംഭവങ്ങളെല്ലാം മാറ്റിക്കുറിച്ച് നമ്മൾ വൺ പ്ലാൻ ചെയ്തേനെ. ശരിയല്ലേ? ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് പറയാൻ 2024 തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇരുന്നാലും നിന്നാലും എവിടെ നിന്നൊക്കെയാ പണി വന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എവിടെ നിന്നൊക്കെയാ വന്നതെന്ന് ഒരു പിടുത്തമില്ല. അമ്മാതിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഴിവ് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ വൺ പ്ലാൻ ആക്കിയേനെ അല്ലേ മുട്ടി? വൺ പ്ലാൻ ആക്കിയേനെ. ഒരിക്കലും പ്ലാൻ ആക്കുന്ന പോലെ ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല. മീൻസ് അമ്മൂട്ടി അങ്ങനെ ഒരു കഴിവ് നിനക്ക് കിട്ടുവാന്ന് വെച്ചോ. മീൻസ് നാളെ നടക്കാൻ വേണ്ടി പോകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കാൻ വേണ്ടി പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കഴിവ്, എല്ലാം അറിയുന്ന ഒരു കഴിവ് നിനക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നീ എന്തായിരിക്കും ഈ വർഷം അടുത്ത വർഷത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക? നേരത്തെ അറിയാൻ പറ്റിയെങ്കിൽ ഏറ്റവും സന്തോഷം. അതായത് പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അല്ലേ? അപകടം വരുന്നവരെ നമുക്ക് നേരത്തെ അറിഞ്ഞല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ എന്തുവാ, പല കാര്യങ്ങളിൽ നിന്നും സങ്കടം വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ സന്തോഷം കണ്ടെത്താം. സങ്കടങ്ങൾ വരുന്നതിൽ മാറ്റിയിട്ട് അതിവിടെ മുന്നിൽ മണ്ടയ്ക്ക് സന്തോഷം കൊണ്ടുവെക്കാം. റൈറ്റ്. അപ്പൊ സന്തോഷം വരുന്ന സംഭവങ്ങൾ കാണുമ്പോഴത്തേനോ? സന്തോഷം വരുമ്പോ ആരെങ്കിലും മാറ്റി കുറിക്കോ? സന്തോഷം മാത്രമുള്ള തിരിച്ചിട്ട് ഇൻചനോട് ചോദിച്ചാലോ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടുവാണെങ്കിലോ, ഇങ്ങനെ ഒരു കഴിവ് കിട്ടുവാണെങ്കിൽ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് എവിടെയൊക്കെ നമുക്ക് പണി വരാൻ ചാൻസ് ഉണ്ട്, ഈ സാധനങ്ങൾ മുൻകൂട്ടി അങ്ങ് മനസ്സിലാക്കി ആ പണി വരുന്ന സാഹചര്യങ്ങൾ എത്തുമ്പോഴത്തേന്, ആ സിറ്റുവേഷൻ എത്തുമ്പോഴത്തേന് അതിൽ നിന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്ന്. രണ്ടാമത് പിന്നെ ഏറ്റവും വലിയ സങ്കടാവസ്ഥകളൊക്കെ വരത്തില്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് സങ്കടമില്ലാത്ത സന്തോഷമായ ലൈഫ്. ഈ സന്തോഷം എത്രത്തോളം
എക്സ്പ്ലോർ ഉണ്ടാക്കാൻ പറ്റും, സക്സസ് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടായിരിക്കും എൻ്റെ റിസർച്ച്. ഒരു കാരണവശാലും ഈ സങ്കടത്തിലേക്ക് വീഴില്ല, ഒരു കാരണവശാലും സങ്കടത്തിനുള്ള അവസരം കൊടുക്കുകയില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, ഇത് രണ്ടും ഇല്ലാതെ ലൈഫില്ലല്ലോ, ഒരു സന്തോഷമുണ്ടെങ്കിൽ അതിനപ്പുറം 100 കണക്കിന് സങ്കടം ഉണ്ടാവും. ശരിയായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടുമെന്ന് വെച്ചോ, അതായത് 2025 നടക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വർഷം ഒരു കഴിവ് കിട്ടുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അറിയാലോ അങ്ങോട്ട്. അതെ, ഞങ്ങളുടെ ഇത് തന്നെയാണോ നിങ്ങൾക്കൊന്നും അറിയാം. നമ്മളെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും നമ്മൾ പ്ലാൻ ആക്കുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് നമുക്ക് പോകണം. ഈ ലൈഫ് സന്തോഷമായിട്ടുള്ള ഓരോ വർഷവും കഴിയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് ഈ ഒരു ദിവസം അവസാനിച്ചു, നാളെ രാവിലെ വെളുക്കുമ്പോഴത്തേന് നാളത്തെ ഒരു ദിവസം. പക്ഷേ ഇത് കലണ്ടർ അവസാനിക്കുമ്പോഴത്തേന് ഡിസംബർ അവസാനിച്ചു, പിന്നെ അടുത്ത ജനുവരി തുടങ്ങുന്നു, പുതിയൊരു വർഷം തുടങ്ങുന്നു. അപ്പോൾ പുതിയൊരു സംഭവമാണെന്നാണ് അല്ലേ നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നോർമലി അതൊരു ദിവസം തുടങ്ങുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇനി ഈ ഒരു വർഷം മുഴുവൻ ഞാൻ ഇങ്ങനെയായിരിക്കും, പല പ്ലാനിങ് ആയിരിക്കും. അതെ അതെ, ഇങ്ങനെ നമ്മൾ പല സംഭവങ്ങളും പ്ലാൻ ആക്കും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥിതി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ആക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ 2024 എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നമ്മട്ട് തുടങ്ങണ്ടേ? നമ്മുടെ പ്ലാനിങ്ങിൽ നിന്ന് തുടങ്ങാം അല്ലേ. സാധാരണ എല്ലാ ഒരു വർഷവും അവസാനിക്കുമ്പോഴത്തേന് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേന് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ ഈ വർഷം എങ്ങനെയായിരിക്കണം എന്ന്. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്ലാനിങ് ഒക്കെ ചെയ്തു. വമ്പൻ പ്ലാനിങ് ആയിരുന്നു അങ്ങോട്ട്. പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സാധനങ്ങളിൽ അല്ലാതുള്ള സാധനങ്ങളൊക്കെ കയറി വരുമ്പോഴത്തേനും അതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് നമ്മൾ പ്ലാനിങ്ങിലൂടെ തന്നെ ലൈഫ് കൊണ്ടുപോകാന്നല്ലേ. എന്തൊക്കെയാ പ്ലാൻ ചെയ്തത്? വൻ പ്ലാനിങ് ആയിരുന്നു. ഒരിക്കലും ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള നടന്നോ? പ്ലാൻ ചെയ്തതിൽ ഒന്നുമേ നടന്നില്ല. അതാണ് സംഭവം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു 2024 തുടക്കം കംപ്ലീറ്റ് പെൻഡിങ്. അതായത് 2023 പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആണ്. ഇതുവരെ ഈ ഒരു ദിവസം വരെ നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടന്നിട്ടില്ല. ഉറപ്പാണ് കേട്ടോ. അത് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് പറയാം. അതായത് 2024 തുടക്കം നമ്മളിതുപോലെ വൺ പ്ലാൻ ആക്കി തുടങ്ങിയപ്പം തൊട്ട് ടെൻഷൻ അടിക്കുന്ന പല സംഭവങ്ങളും അല്ലേ. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ടായിരുന്നു. അതൊരു 1 വീക്കൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ രക്ഷയില്ലാത്ത ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി. നമുക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു ചെറിയൊരു എന്നാ പറയുക അല്ലേ, ഒരു ഷോക്ക് മാറി വന്നപ്പോഴത്തേന് നമുക്ക് ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്നാൽ ലൈഫിൽ നമുക്ക് എന്നും ആ ഒരു വേദന ഇങ്ങനെ മനസ്സിൽ കൊണ്ട് കിടക്കേണ്ട ഒരു വലിയൊരു ഭാരം, വലിയൊരു നഷ്ടം നമ്മുടെ ലൈഫിലുണ്ടായി. അപ്പം ആ ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. ഇനി മരിക്കുന്നവരെ ആ ഒരു ഭാരം, ആ ഒരു വേദന മനസ്സിൽ തന്നെ ഉണ്ടാവും. അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങനെയാ നമ്മൾ മൈൻഡ് കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലേ അമ്മൂട്ടി. എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു. അതെല്ലാം പെൻഡിങ് ആയി. 9 മാസത്തോളം നമ്മൾ വീഡിയോ ഇടാതെ നിന്നു. ഒരു 9 മാസം. പിന്നെ അത് എങ്ങനെ റിക്കവർ ചെയ്യണം നമുക്ക് ഒരിക്കലും നമ്മളെ മൈൻഡ് സെറ്റ് ആകുന്നില്ലായിരുന്നു. നമ്മൾ മെന്റലി ഫിസിക്കലി വീഡിയോ നമ്മൾ ക്യാമറ കൊണ്ട് ഫ്രണ്ടിൽ നിന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പറയാൻ കിട്ടുന്നില്ല. ഈ ഒരു 9 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തന്നെ ഡൗട്ട് ആയിപ്പോയി, ഞാൻ എങ്ങനെ വീഡിയോ എടുക്കേണ്ടത് എനിക്കറിയത്തില്ല. എന്നിട്ട് ടിൻചൻ വന്നിട്ട് ഇങ്ങനെ പണ്ടത്തെ പാറ്റേൺ ഹലോ ഗൈസ് എന്നൊക്കെ പറയേണ്ട സാധനം കിട്ടുന്നില്ല. എങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മെമ്മറിയിലുള്ള പല സംഭവങ്ങളും കൈവിട്ടു പോയി. എനിക്കറിയത്തില്ല. എന്നോട് എല്ലാവരും വരുമ്പോഴേക്കും നമുക്ക് പ്രധാനമായിട്ട് മറവി വരും. നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം നശിക്കും. നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയാ. നമ്മൾ ഈ ഫുൾ ബ്ലാങ്ക് ഇല്ലേ, മൈൻഡ് ബ്ലാങ്ക് ഇല്ലേ, ആ ഒരു അവസ്ഥ ഡൗൺ ആയി വലിയൊരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ കടന്നു പോയത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം. അപ്പം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്തി പതിയെ നമുക്ക് ലൈഫ് കൊണ്ടുപോയായിരുന്നു. ചെറിയ ചെറിയ സന്തോഷമൊക്കെ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നപ്പോൾ തന്നെ ഞങ്ങളോട് കുറേ പേര് ചോദിച്ചു, എടാ എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇട് ബ്രോ, വീഡിയോ ഇടുന്നു കുറേ പേര് ചോദിച്ചു. നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും നീ വീഡിയോ ഇടണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല.
വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് മെയിനായിട്ട് ഘടകം. കാരണം ഇത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. വീഡിയോ എടുക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇത് മെന്റലി ഓക്കെ ആണെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ മൈൻഡ് ഔട്ട് ആയെങ്കിൽ നമുക്ക് ഒരിക്കലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പ്ലസന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടോ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇപ്പം നമ്മുടെ വീഡിയോയിൽ നമുക്ക് എത്ര ബാക്കിൽ എത്ര ടെൻഷൻ എത്ര ഡൗൺ ആണെങ്കിലും നമ്മൾ എനർജി ആയിട്ട് വന്ന് വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. ഇത് കാരണം നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ഇടിച്ചു കളഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് പിന്നെ എന്തൊക്കെയാ നടന്നത് കേരളത്തില്. ദുഃഖ വാർത്തകൾ, ദുരന്തങ്ങളുടെ ഒരു പേട്ട. ഇത് കഴിഞ്ഞ നാള് വരെ ദുരന്തങ്ങളുടെ വാർത്തയായിരുന്നു. നമുക്കറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ എന്തൊക്കെയാണ് നടന്നതെന്ന്. ശരിക്കും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴത്തേനും ഞാൻ പറയും ഇതെന്തോന്ന് വർഷമാണ് എനിക്ക് ചിന്തിച്ചു. പക്ഷെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ വർഷം എന്നാ ചെയ്തല്ലേ? അതെ, വർഷമൊന്നും ചെയ്തിട്ടില്ല. വർഷം ഞാനെന്താ ചെയ്തേ? ഒരു ദിവസം പോലെ ഓരോ ദിവസം കടന്നു പോകുന്നു, പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നു, അതാണ് സംഭവം. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു വരുമ്പോഴത്തേനെ വർഷത്തിന് കുറ്റോ അല്ലേ? നമ്മൾ വർഷത്തിന് കുറ്റം പറയുന്നല്ല, നമ്മളൊന്ന് റിവൈസ് ചെയ്തതാണ്. നടന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ഇയർ എൻഡ് ആയപ്പോഴത്തേന് നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു വർഷം മെമ്മറബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെയറാ. ദുഃഖത്തിനോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത മാത്രമുണ്ട് ഗൈസ്. പറഞ്ഞോ. എന്റെ കുടുംബത്തിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്, അത് മാത്രമുണ്ട്. പിന്നെ ലൈഫാണ്, ലൈഫില് നമ്മള് മുന്നോട്ട് തന്നെയാണ് പോകണം. അപ്പം എന്നാ പറയാ, വരുന്ന ഓരോ സാഹചര്യങ്ങളെയും വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമ്മൾ ഫേസ് ചെയ്യുക. ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് ഇനി എന്തു വന്നാലും കുഴപ്പമില്ല, നമ്മൾ അതിനെ അതിജീവിച്ചു പോകും എന്നുള്ളൊരു ധൈര്യം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ പണ്ട് ചിന്തിക്കുമായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് വന്നാലും നോ ഇഷ്യൂ, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കാരണം ലൈഫാണ്. ലൈഫിൽ നമ്മളെല്ലാവരും ഒരു യാത്രക്കാരാണ്. നമ്മൾ ഇവിടെ വരുന്നു, ഈ ലോകത്ത് വരുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇവിടുത്തെ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും നമ്മൾ പോകും. അപ്പം ഇവിടെ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ സംഭവങ്ങളും നമ്മൾ അതിജീവിച്ച് നമ്മൾ പോകണം. അതേ പറ്റൂ, ജീവിതമാണ്, മുന്നോട്ട് പോയേ പറ്റൂ. എനിവേ 2025 വരാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ മെമ്മറി വരട്ടെ അല്ലേ മുട്ടി? അപ്പൊ നമുക്ക് എല്ലാവർക്കും പിരിയാൻ സമയമായി അല്ലേ മുട്ടി? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിക്കുക. 2025 നിങ്ങളുടെ പുതിയ പ്ലാനിങ്സ് ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. നല്ലൊരു വർഷം എല്ലാവർക്കും നേരുകയാണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അവസാനം ഈ ഒരു വർഷത്തെ അവസാന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളായിരിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത വർഷം തൊട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ്ടും അടിപൊളിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുമെന്ന വിശ്വാസത്തോട് ഞങ്ങൾ രണ്ടുപേരും യാത്ര പറയുകയാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്ര പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.